ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടവറയ്ക്കുള്ള ജീവിതം എന്ന നോവലിൻ്റെ 35-ാം അധ്യായം അവസാന ഭാഗം നമുക്ക് കേട്ടാലോ. എങ്കിൽ വയ്ക്കട്ടെ അമ്മേ. കാർത്തി ഫോൺ വെച്ചു. കൂടുതൽ സംസാരിക്കാൻ അവൾക്കായില്ല. ഉള്ളിൽ സങ്കടം ആർത്തലയ്ക്കുമ്പോൾ എങ്ങനെ സംസാരിക്കാനാണ്? തൻ്റെ ജീവിതം കൂടുതൽ ഇരുളിലാവണത് പോലെ അവൾക്ക് തോന്നി. ഹരിയുടെ വീട്ടിൽ നിന്നിറങ്ങിയ ദാക്ഷായണി നേരെ പോയത് കൃപാനിവാസിലേക്കാണ്. പലരോടും വഴി ചോദിച്ചാണ് അവരവിടെ എത്തിയത്. മോനെയും കളിപ്പിച്ചുകൊണ്ട് പവൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. ദാക്ഷായണിയമ്മ വരുന്നത് കണ്ടപ്പോൾ അയാൾ പകച്ചുപോയി. നീ ഒരുത്തനാ എല്ലാത്തിനും കാരണം. വന്നയുടൻ അവർ പൊട്ടിത്തെറിച്ചു. കാര്യമെന്തെന്നറിയാതെ പവൻ അവരുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. കെട്ടാനുള്ള തുണിയുണ്ടെങ്കിലേ പ്രേമിക്കാൻ പാടുള്ളതാ. അവളും അവളുടെ തള്ളയും ചെറിയൊരു എതിർപ്പ് പറഞ്ഞപ്പോൾ നീ അതിനങ്ങ് വഴങ്ങി ഇല്ലേടാ. എന്നിട്ട് ചുമക്കണത് എൻ്റെ മോനും. ദാക്ഷായണിയമ്മ നിന്ന് കസറുകയാണ്. പവനും അരിശം വന്നു കഴിഞ്ഞു. ഇവരിത് 2-ാം വട്ടമാണ് തൻ്റെ മുമ്പിൽ നിന്ന് തുള്ളുന്നത്. ഒരു തവണ ഓഫീസിൽ വന്നു, ഇപ്പോൾ ഇവിടെയും. തടിച്ചു കുറുകി അവരുടെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചിരുന്നു. നിങ്ങളുടെ മകന് അർഹമായത് കിട്ടി, അതുകൊണ്ട് അയാൾ തൃപ്തിപ്പെട്ടുകൊള്ളും, പവൻ ശാന്തനായി പറഞ്ഞു. അത് കേട്ട ദാക്ഷായണിയമ്മയുടെ കോപം ഇരട്ടിച്ചു. തൃപ്തിപ്പെടുമേടാ, തൃപ്തിപ്പെടും. ദാക്ഷായണിയമ്മ ചുണ്ടുകൾ കൂട്ടി. ഇതേതാ ഈ സന്തതി? അവർ ദിലീപിൻ്റെ നേർക്ക് കൈ ചൂണ്ടി. എന്തിനാ ഇതിനെ പോറ്റണേ? നിനക്ക് മക്കൾ പാടില്ലല്ലോ. ആദ്യം ഒരെണ്ണം ചത്തു, രണ്ടാമത് അവൾക്കുണ്ടായതും ചത്തു. നീ പോറ്റിയാൽ ഇതും ആഴ്ചക്കാതെ ചാകും. തള്ളെ നിർത്ത്. അലറിക്കൊണ്ട് പവൻ മുമ്പോട്ട് വന്നു.